എത്ര ആട്ടിയോടിച്ചാലും അവഗണിച്ചാലും പിന്നെയും പിന്നെയും നിഴൽ പോലെയായി തീരുന്നത് മറ്റു വഴികൾ തേടാൻ അറിയാഞ്ഞിട്ടായിരിക്കില്ല. നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ സ്നേഹം നിക്ഷേപിച്ച ഹൃദയത്തെ, അത്രയും ആഴ്ന്നിറങ്ങിയവയെ പറിച്ചെറിയുവാൻ മനസ്സാക്ഷിയുള്ളവർക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കും. സമയവും സാഹചര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും മാറാം. ജീവിതത്തിൽ ആരെയും താഴ്ത്തിക്കെട്ടുകയോ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. കാരണം ഇന്ന് നിങ്ങൾ എല്ലാം ഉള്ളവനായിരിക്കും, നാളെ അങ്ങനെയാകണമെന്നില്ല. സമയം എപ്പോഴും നിങ്ങളെക്കാൾ ശക്തമാണെന്ന് ഓർക്കുക. സ്നേഹത്തിനും പ്രണയത്തിനും സൗഹൃദത്തിനും ഓരോരുത്തരെ നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അവർ നഷ്ടപ്പെട്ടാൽ മറ്റൊരാളെ പകരം വയ്ക്കാനാവാത്ത വിധം ഓർമ്മകളായി ഒട്ടിപ്പിടിക്കുന്ന. വാക്കും നോക്കും പ്രവൃത്തിയും നന്നാവണം. ജീവിതം നന്മയാകുന്നത് അപ്പോഴാണ്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ, പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളും. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകാം, നിരാശയിലും ഭയത്തിലും തളർന്നു പോകാം. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യൻ അവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. പെരുമഴയത്ത് കുട പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിലേക്ക് ഓടി വരും ചിലരൊക്കെ. അത് നമ്മളെ കണ്ടല്ല, കുട മോഹിച്ചവരാണ്. മഴ തോർന്നാൽ അവരങ്ങ് പോകും. അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം ഉറക്കമാണ്. അതൊരു വ്യക്തിയെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കുറച്ച് സമയത്തേക്ക് മോചിപ്പിക്കുന്നു. നിങ്ങൾ ദിവസവും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുക അസാധ്യമാണ്. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ട ആളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്ത ആകണമെന്നില്ല. സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. മറ്റുള്ളവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണ് എന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളെയും ചേർത്ത് ഇണക്കിക്കൊണ്ടുപോകാനാകും. ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ വാക്കുകളിൽ നിന്നല്ല. ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിൽ എത്തിക്കുന്നത്. മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിലാക്കുന്നത്. അമിതമായ വികാരമാണ് മനുഷ്യനെ ഭ്രാന്തിലെത്തിക്കുന്നത്. അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിലാക്കുന്നത്. സമാധാനവും സന്തോഷവും ഉള്ളപ്പോൾ എല്ലാവരും കൂടെയുണ്ടാകും. എന്നാൽ കഷ്ടപ്പാടുകളിലും രോഗാവസ്ഥയിലും തളർന്നു നിൽക്കുമ്പോഴും കൈവിടാതെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ബന്ധു. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല മഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മഹത്വം. മനസ്സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല, കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. മനസ്സമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. കണ്ണ് നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാൻ ആവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താൻ ആവില്ല. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക, സത്യസന്ധമായി അത് നേടിയെടുക്കുക. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷമാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം നേടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത അത്ര കഠിനമായി പ്രവർത്തിക്കുക.
ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ഒറ്റയ്ക്കായിരിക്കുക എന്നതിനെ ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ